കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ NITയിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. ആ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് NITക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം വിവാദമായ പരാമർശങ്ങളുണ്ടായ സ്ഥലമാണ്. ഗോഡ്സെയെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ഒരു അധ്യാപിക ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ അനുകൂലമായ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിൽ ശക്തമായി ഒരു വിദ്യാർത്ഥി പ്രതിഷേധവുമായി രംഗത്തെത്തി. ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ആ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ താൽക്കാലികമായി മരവിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു. ഈ ഘട്ടത്തിൽ പോലീസും 153 വകുപ്പ് പ്രകാരം അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് വിശദാംശങ്ങൾ കോളേജ് അധികൃതരോട് തേടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം NITക്ക് മുന്നിൽ നടക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രതിഷേധം അവിടെ തുടരുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അഭിജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വേണു, NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരായ പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അല്പസമയം മുൻപാണ് ഈ ക്യാമ്പസിന് മുൻവശത്തേക്ക് എത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇവർ ഈ ക്യാമ്പസിന് മുൻവശം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധവും ഈ ക്യാമ്പസിന് മുൻവശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഗോഡ്സെ അനുകൂല പരാമർശം നടത്തിയ, ഫേസ്ബുക്കിൽ കമന്റിട്ട NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ SFI ഉൾപ്പെടെയുള്ള KSU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇന്നലെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രൊഫസർക്കെതിരെ നടപടി എടുക്കുന്നതുവരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനമാണ് നിലവിൽ ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ ഒരു പ്രതിഷേധം ചെറിയ രീതിയിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. നിലവിൽ ഈ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. വേണു, ശരി, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. NIT ക്യാമ്പസിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നു.